അമ്മയിലെ പീഡനങ്ങൾ തുറന്നുപറഞ്ഞ് അതുല്യ. അൻസിബയുടെ പരാതി DGPക്ക് കൈമാറി. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ SIക്കെതിരായ നടി അൻസിബ ഹസന്റെ പരാതി മുഖ്യമന്ത്രി VD സതീശൻ പോലീസ് മേധാവിക്ക് കൈമാറി. പരാതി പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി DGP നിർദ്ദേശം നൽകും. വ്യാഴാഴ്ചയാണ് അൻസിബ SI രേഷ്മയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 3 മണിക്കൂറോളം പിടിച്ചിരുത്തി മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അൻസിബയുടെ പരാതി. ജനുവരി 29-നാണ് സംഭവം. നടിയും താരസംഘടനയായ അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ ലക്ഷ്മിപ്രിയയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്നാണ് അൻസിബയുടെ ആരോപണം. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ അപമാനിച്ചു. ലക്ഷ്മിപ്രിയ, ഭർത്താവ് എന്നിവരുമായി ചേർന്ന് SI ഗൂഢാലോചന നടത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നു. അതേസമയം അമ്മയിലെ പീഡനങ്ങൾ വിവരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് താരസംഘടനയായ അമ്മയിലെ മാനേജർ അതുല്യ. ഭാരവാഹികൾക്കെതിരെ പോലീസിലും ലേബർ ഓഫീസിലും പരാതി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അതുല്യ. സംഘടനയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം നീന കുറുപ്പ്, ട്രഷറർ ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. തൊഴിൽ പീഡനം പുറത്തു പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിൽ തനിക്കെതിരെ ഭാരവാഹികൾ വലിയ ഗൂഢാലോചന നടത്തിയെന്നും അപകീർത്തിപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചുവെന്നും അതുല്യ ആരോപിച്ചു. തൊഴിൽ പീഡന പരാതിയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനും മോശക്കാരിയായി ചിത്രീകരിക്കാനും ഭാരവാഹികൾ ചേർന്ന് വലിയൊരു സ്ക്രിപ്റ്റ് തന്നെ തയ്യാറാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. മാധ്യമങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് താൻ സംഘടനയ്ക്കുള്ളിൽ നേരിട്ട ക്രൂരമായ മാനസിക തൊഴിൽ പീഡനങ്ങൾ അതുല്യ വിശദീകരിച്ചത്. നേരത്തെ അമ്മ ഓഫീസിൽ വലിയ രീതിയിലുള്ള പീഡനം നേരിടേണ്ടി വന്നതായി അതുല്യ സംഘടനയ്ക്കുള്ളിൽ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഭരണസമിതിയിലെ ചിലർ ഏകപക്ഷീയമായി അതുല്യയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്നാൽ സംഭവം വിവാദമായതോടെ അമ്മ പ്രസിഡന്റ് ശ്വേതയുടെ നേതൃത്വത്തിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ നടപടി റദ്ദാക്കുകയും അതുല്യയെ ജോലിയിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ഓഫീസിലേക്ക് വരേണ്ടതില്ലെന്നും വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതിയെന്നുള്ള നിർദ്ദേശമാണ് അതുല്യയ്ക്ക് ലഭിച്ചത്. ഈ ഘട്ടത്തിലാണ് തനിക്കെതിരെ ഭാരവാഹികൾ നടത്തിയ വൻ ഗൂഢാലോചനയുടെ തെളിവുകൾ പുറത്തുവരുന്നത് എന്ന് അതുല്യ പറയുന്നു.